SFIക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം കൊണ്ട് അധ്യാപകർക്ക് രക്ഷയില്ല, വിദ്യാർത്ഥികൾക്ക് രക്ഷയില്ല, നമ്മുടെ പോലീസിന്റെ രക്ഷയില്ല, നമ്മുടെ വഴി നടത്തക്കാർക്ക് രക്ഷയില്ല. അങ്ങനെ വല്ലാത്തൊരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഒരു കൊടുങ്കാറ്റായിരുന്നു ഈ ആഴ്ച. SFI എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? SFIയുടെ ഒരു സംസ്കാരം എന്താണ്? സ്റ്റുഡൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംസ്കാരത്തോട്, കൾച്ചറിനോട്, ഈ വിദ്യാർത്ഥിത്വം എന്ന് ഞങ്ങൾ മലയാളത്തിൽ പറയുന്ന ഒരു കൾച്ചറിനോട് കുട്ടികളെ ഈ SFI നേതൃത്വം കാണിച്ചുകൊണ്ടിരിക്കുന്ന മാതൃക എന്താണ്? ഗുരുക്കന്മാരെ വന്ദിക്കുക, അച്ചടക്കം ഉണ്ടാക്കുക, സ്നേഹപൂർവ്വം മനുഷ്യനോട് പെരുമാറുക, മനുഷ്യത്വം എന്ന ക്വാളിറ്റി പ്രദർശിപ്പിക്കുക. ഇതൊക്കെയാണ് ഒരു വിദ്യാർത്ഥി നേതാവിന്റെ യോഗ്യത. പക്ഷെ വന്ന് SFIയുടെ നേതൃത്വവും അവർക്ക് ചേർന്ന പാർട്ടി നേതൃത്വവും ചേർന്ന് എങ്ങോട്ടാണ് ഈ വിദ്യാർത്ഥി സംസ്കാരത്തെ കൊണ്ടുപോകുന്നത് എന്ന ചോദ്യം വ്യാപകമായ ചർച്ചകൾക്ക് വിധേയമാവുകയാണ്. അതിനിടയിൽ സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാറിന്റെ കൗതുകം നിറഞ്ഞ അല്ലെങ്കിൽ വളരെ വളരെ മൂർച്ചയേറിയ കമന്റ്സ് കേൾക്കാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. സാറ് SFIയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കോളൂ സാർ. SFI ഇന്നലെ തിരുവല്ലയിൽ ഒരു വൈദികനെ കൂടെ ഉപദ്രവിച്ചിട്ടുണ്ട്, അടിക്കുകയോ ചവിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതില് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. KSUവിൽ, അതായത് 10ാം ക്ലാസ് തുടങ്ങി പ്രീ ഡിഗ്രി, പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഏകദേശം 3-4 വർഷം കൃത്യമായിട്ട് പറയാൻ ഒരു 84 to 91 ഉണ്ടായിരുന്നു, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ KSUവിലായിരുന്നു. അന്നും ഇന്നും തമ്മിൽ ഒരു വലിയ വ്യത്യാസം 35 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 40 വർഷം കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോൾ വലിയൊരു വ്യത്യാസം വന്നു. അന്ന് ഈ കാര്യമായ വയലൻസ് ഇല്ലായിരുന്നു. അന്നും വയലൻസ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം SFIക്കാർ കൊന്ന KSUക്കാരുടെ പേരിലാണ് ഞങ്ങളുടെ ഇതൊക്കെ തുടങ്ങുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭ അക്കിത്തായുടെ, മുരളിയുടെ, പൗലോസിന്റെ, ജോസിന്റെ, ഇവരൊക്കെ SFIക്കാർ കൊന്ന KSUക്കാരുടെ പേരുകളാണിത്. അസ്ഥികൾ പൂത്ത വികാരത്താൽ പടുത്തുയർത്തിയ പ്രസ്ഥാനം, ഇതാണ് KSUവിന്റെ അന്നത്തെ മുദ്രാവാക്യം. ഇതിന്റെ ഒരു രസം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ 91 നിന്ന് 92 ആയപ്പോൾ ഞാൻ BJPയിലെത്തി. ഇപ്പൊ ഒരിക്കൽ പോലും കോൺഗ്രസ് അവരുടെ രക്തസാക്ഷികളുടെ പേര് പറയുന്നില്ല. അതായത് KSU SFIക്കാർ കൊന്ന KSUക്കാരുടെ പേര് പറയുന്നില്ല, കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാർ കൊന്ന കോൺഗ്രസ്സുകാരുടെ പേര് പറയുന്നില്ല. അതിന്റെ കാരണം ഇവര് കേരളത്തിന് പുറത്ത് ഒന്നായി കഴിഞ്ഞപ്പം കോൺഗ്രസ് ആ രക്തസാക്ഷികളെ കംപ്ലീറ്റ് അങ്ങ് മറന്നു. 1, 2, 3, 4 എന്നും പറഞ്ഞ് ഇടുക്കിയിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ്സുകാരുടെ പേര് മറന്നു. കംപ്ലീറ്റ് SFIയുടെ മോണോപ്പൊളിയായി. അതായത് കോൺഗ്രസ്സുകാർ അവരുടെ അതായത് സത്യം ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് ഒരു മനസാക്ഷി കുത്തുണ്ടെന്നുള്ളതാണ്. ഈ SFIക്കാരുടെ SFIക്കാർ കൊന്ന പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിൽ അവർക്കൊരു മനസാക്ഷി കുത്തുണ്ട്. ഇവരുടെ കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് ഇവരുടെ കൂടെ ജീവിച്ചിട്ട് ഇന്ത്യ അലയൻസ് എന്നും പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ട് ഇവർക്കൊരു മനസാക്ഷി കുത്തി. ഇത്രയും രക്തസാക്ഷികളെ മറന്നുകൊണ്ടാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുമായിട്ട് ഇന്ത്യയിൽ കൂട്ടിയായിരുന്നിരിക്കുന്നത്. ഇതിൽ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ഒരു ബാലൻസിങ് കേരളത്തിൽ ഇല്ലാണ്ടായി. ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഒന്നിച്ചതോടുകൂടി ഒരു ബാലൻസിങ് ഇല്ലാണ്ടായി. അതായത് SFIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എതിർക്കാനുള്ള ആർജവം, അല്ലെ അവരെ എക്സ്പോസ് ചെയ്യാനുള്ള ആർജവം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സംഭവിച്ചത്, അല്ലെങ്കിൽ 2021 മാൻഡ്രൈക്ക് 2ാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംഭവിച്ചത്, ഈ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ 2014 തുടങ്ങി ഉണ്ടാക്കിയെടുത്ത, UPA ഡൽഹിയിൽ നിന്നും പോയതിനു ശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു മെട്രിക്സ് ഉണ്ടായിരുന്നു. അതൊരു റിലീജിയസ് മെട്രിക്സ് ഉണ്ടായിരുന്നു. വൻതോതിൽ മുസ്ലിം വോട്ടുകൾ ഇടതു മുന്നണിയിലോട്ട് ഒഴുകിയെത്തി, മുസ്ലിം സ്റ്റുഡൻസ് ഒഴുകിയെത്തി, MSF ഓൾമോസ്റ്റ് പൊളിഞ്ഞു, SDPIയുടെ ഫുൾ സപ്പോർട്ട്, PFIയുടെ ഫുൾ സപ്പോർട്ട് SFIക്ക് കിട്ടി. അങ്ങനെ 2014 തുടങ്ങി ഒരു ക്രമാതീതമായ വളർച്ച SFIക്ക്, DYFIക്കും, മാർക്സിസ്റ്റ് പാർട്ടിക്കും, ഇടതു മുന്നണിക്കും ഉണ്ടായി. അത് കൃത്യമായിട്ട് വോട്ട് ഈ 100 സീറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ആരും പണ്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവമല്ല. അത് ഇവിടെ കോളേജ് ഇലക്ഷനുകളിലും കോളേജ് യൂണിയനുകളിലും ഒക്കെ പ്രതിഫലിച്ചു. കഴിഞ്ഞ 10 വർഷം SFIയുടെ ട്യൂഷൻ മാസ്റ്റേഴ്സ്, SFI എവിടെ നിന്ന് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ഇടതു പ്രസ്ഥാനത്തിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ അല്ലെ ജനാധിപത്യത്തിൽ നിന്നോ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഒന്നുമല്ല. അവർ കൃത്യമായിട്ട് അവരുടെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവരെ നിയന്ത്രിച്ചിരുന്നത് PFIയും SDPIയും ഒക്കെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് SFIക്ക് ആ ഒരു ലെവലിലോട്ട്, താലിബാൻ ഐസിസ് ലെവലിലുള്ള ഐഡിയോളജികളും എതിരാളികളെ മുച്ചൂടും നശിപ്പിക്കുക എന്നുള്ളതിലുള്ള സന്തോഷം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവത്തിലേക്ക് SFI എത്തി. നേരത്തെ തന്നെ കമ്മ്യൂണിസം ഡെവിൾ ആണ്. ഇതിൽ SFIയിലും ഈ കമ്മ്യൂണിസ്റ്റിലും പ്രവർത്തിക്കുന്നവൻ പേപ്പട്ടിയുടെ സ്വഭാവം കാണിക്കാറുണ്ട്. കാണുന്നവനെയൊക്കെ കടിക്കുക, ഓടി നടന്ന് കടിക്കുക എന്നുള്ള ആ പേപ്പട്ടി സ്വഭാവമുണ്ട്. SFI എന്ന് പറയുന്നതിലും ഭേദം പേപ്പട്ടി വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ്. അതായത് പേപ്പട്ടിയുടെ ഒരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഒരു മൃഗം എന്ന് പറയുന്നതിലും ഭേദം പേ പിടിച്ച ഒരു മൃഗം, പേപ്പട്ടിയുടെ സ്വഭാവമാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാപകരെയും പേരൻസിനെയും എല്ലാം ഉപദ്രവിക്കുക, നശിപ്പിക്കുക, ആ രീതിയിലാണ് ഇന്ന് വരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട്. ഇത്ര നാൾ ഇവർ കേരളത്തിലുണ്ട്, ഇന്ന് വരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഏതെങ്കിലും ഒരു കാര്യം പറയുവോ, എന്തെങ്കിലും ഉപകാരം ഇവരെ കൊണ്ട് ഇത്രയും നാളുണ്ടായോ, വിദ്യാർത്ഥി സമൂഹത്തിനുണ്ടായോ? ഇല്ല. ഇപ്പൊ KSU പറയുകയാണെങ്കിൽ KSU 25 പൈസ സമരമൊക്കെ നടത്തി, എന്തെങ്കിലുമൊക്കെ അവര് കൺസ്ട്രക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടന എന്തെങ്കിലും കാര്യങ്ങൾ ചില പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഇന്ന് വരെ വിദ്യാർത്ഥിക്ക് വേണ്ടി ഒന്നുമില്ല. ഇപ്പൊ ഇവര് ഹമാസിന് വേണ്ടിയും താലിബാന് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള കള്ളപ്പരിപാടികളല്ലാതെ ഒരു കാര്യം SFIയുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടില്ല. ഒരാൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. അതായത് ഒരു കോളേജിൽ ഏറ്റവും ദുഷ്ടന്മാരും ഏറ്റവും കൊള്ളരുതാത്തവന്മാരുടെയും ഒരു പരിപാടിയായിരിക്കും SFI. അല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പുരോഗമനപരമായ ഒരു കാര്യം ഒന്നും അവന്മാർ ചെയ്യത്തില്ല. പല വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ഇപ്പം എന്താണ്, ചെറിയ സംഘടനയാണേലും CPIയുടെ ഒരു സംഘടന ഉണ്ട്, AIYF-ഉം അവർക്കും ഒരു വിദ്യാർത്ഥി AISF അവരുടെ യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയുണ്ട്. കേരള കോൺഗ്രസ്സുകാർക്ക് KSC എന്നും പറഞ്ഞൊരു സംഘടനയുണ്ട്. മുസ്ലിം ലീഗുകാർക്ക് MSF എന്നും പറഞ്ഞ ഒരു സംഘടനയുണ്ട്. പിന്നെ ഇതിനെല്ലാം പുറമെ നിരോധിക്കപ്പെട്ട എന്തോ ഒരു സംഭവം ഉണ്ട്, ക്യാമ്പസ് ഫ്രണ്ടോ അങ്ങനെ എങ്ങാണ്ട് ഒരു പരിപാടി, അതുകൊണ്ട് നിരോധിക്കപ്പെട്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇപ്പൊ PFIയുടെ കൂടെ അതിനെ ക്യാമ്പസ് ഫ്രണ്ടിനെ നിരോധിച്ചെന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പൊ ഈ അഭിമന്യു കൊല്ലപ്പെട്ടു, കെവിൻ കൊല്ലപ്പെട്ടു, ഈ കാരക്കാടൻ വിനീഷ്, ഗൗതം, ഇവരെല്ലാം ഈ 4 SFI പ്രവർത്തകര് കൊല്ലപ്പെട്ടു. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വേറെ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രേമിച്ചതിന്റെ പേരിലാണ് കൊല്ലപ്പെടുന്നത്. ഇവരെ ഈ പ്രശ്നത്തിൽ എന്തുവാ ചെയ്തത് SFI? ഇവരുടെ സംഘടനയിൽപ്പെട്ട യുവാക്കള് മുസ്ലിം മതത്തിൽപ്പെട്ട കുട്ടികളെ പ്രേമിച്ചതിന് കൊല്ലപ്പെട്ടു. ഉത്തരവില്ല. SFIക്ക് മിണ്ടാട്ടം മുട്ടി. മറ്റെല്ലാം ഞങ്ങൾ നീതി വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാണ്. അപ്പൊ ഇവരുടെ സംഘടനയിലുള്ളവരുടെ അവസ്ഥ പോലും ഇവർ ഈ PFIയെ പേടിച്ച് ഈ 10 വർഷം ഈ നടന്ന ഈ കൊലപാതകങ്ങളിലെല്ലാം ഇവര് മിണ്ടാണ്ടിരുന്നു. PFIക്കാര് ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാല്, ഈ PFIയെ നിരോധിച്ചതോടുകൂടി എന്ത് ചെയ്തു, ഈ SFIയിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് മുസ്ലിം സ്റ്റുഡൻസ് ഒറ്റച്ചാട്ടത്തിന് KSUവിലോട്ട് പോയി. ഇപ്പൊ നോക്കുക, മലബാറിലുള്ള മുഴുവൻ കോളേജുകളിലും എല്ലാ പോസ്റ്റും KSUവും MSFന്റെ സഖ്യം വാരിയെടുക്കുകയാണ്. അതിപ്പോ കേരളം മൊത്തം പടരാൻ പോവുകയാണ്. അതായത് SFI കഴിഞ്ഞ 10 വർഷം നാട്ടുകാർക്കിട്ട് കൊടുത്ത അടി PFIക്കാരുടെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങിക്കും. പക്ഷെ കൊടുക്കുമ്പോൾ PFIക്കാരനായിട്ടല്ല, KSUക്കാരനായിട്ടായിരിക്കും കൊടുക്കാൻ പോകുന്നത്. KSUക്കാരുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ ടീമുകള് SFI കൃത്യമായിട്ട് തിരിച്ചനുഭവിക്കും. അത് എത്ര പിള്ളേർ പോകും എന്നുള്ളത് ദൈവത്തിനെ പറയാൻ പറ്റത്തുള്ളൂ. കേരളത്തിലെ സിറ്റുവേഷൻ പെട്ടെന്ന് മാറി. അതായത് ക്യാമ്പസിലുണ്ടായിരുന്ന ചുമലക്കൊടിക്ക് പകരം പച്ചക്കൊടിയും നീലക്കൊടിയൊക്കെ അവിടെ പൊങ്ങാൻ തുടങ്ങി. ഇനി ഒരു കൺഫ്ലിക്റ്റ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. 2 സൈഡിലും ആൾനാശം ഉണ്ടാവും. അതിന്റെ തുടക്കം മാത്രമാണ് ഈ ആഴ്ചയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസും SFIയും ഒരു ഭാഗത്തും PFIയും KSUവും അപ്പുറത്തെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു തെരുവ് യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് കണ്ടു നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഉപദ്രവം വരും. പക്ഷെ ഇതിന്റെ കോറിലേക്ക് ഞാൻ കിടക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും അതിനുശേഷം അധ്യാപകൻ എന്നുള്ള നിലയിലും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു കാരണവശാലും വിദ്യാർത്ഥി രാഷ്ട്രീയം അനുവദിച്ചുകൂടാ. വിദ്യാർത്ഥി രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. കാരണം ഞാൻ തമിഴ്നാട്ടിലും കർണാടകത്തിലും ജോലി ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുമുണ്ട്, ആന്ധ്രയിലും പഠിച്ചിട്ടുണ്ട്. ഒരിടത്തും വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ല. ഇതുപോലെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ല. കുട്ടികള് പൊളിറ്റിക്സ് സംസാരിക്കാറില്ല, അവരതിൽ വലിയ താല്പര്യം എടുക്കാറില്ല. അധ്യാപകരോ അല്ലെ സ്റ്റാഫ് റൂമിലോ അവിടെയും ഈ പൊളിറ്റിക്സും രാഷ്ട്രീയവും അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികളൊന്നുമില്ല. കേരളത്തില് വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ഈ വിദ്യാർത്ഥികളെ പോലെ തന്നെ അധ്യാപകരും ഹൈലി പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആണ്, ടോക്സിക്കും ആയിരിക്കുകയാണ്. അതായത് ഇന്റേണൽ മാർക്ക് ഇടുന്നതിലും കുട്ടികളോട് പെരുമാറുന്നതിലും ഒക്കെ അധ്യാപകർക്ക് പോലും രാഷ്ട്രീയ വിവേചനമുണ്ട്. SFIക്കാര് സാറന്മാര്, കമ്മ്യൂണിസ്റ്റ് സാറന്മാര് SFIക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നു, UDFന്റെ ആൾക്കാർ അവരെ പ്രൊമോട്ട് ചെയ്യുന്നു, ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന ഞമ്മന്റെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അധ്യാപകർ പോലും കുട്ടികളെ തുല്യരായിട്ടല്ല കാണുന്നത്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും കുട്ടികൾ അധ്യാപകർ അല്ലാതെ ഈ രീതിയിലുള്ള മതപരമായിട്ടോ രാഷ്ട്രീയപരമോ ആയിട്ടുള്ള ഒരു വിവേചനം ഒരിടത്തും ഇല്ലായിരുന്നു. ഇപ്പം ഈ എക്സാമിന് ഹെൽപ്പ് ചെയ്യുക, SFIക്കാരെ എക്സാമിന് ഹെൽപ്പ് ചെയ്ത് സഹായിക്കുക, PSC ടെസ്റ്റിന് സഹായിക്കുക, അങ്ങനെ അധ്യാപകര്
ഈ വിദ്യാർത്ഥികളുടെ കൂടെ കൂടി അധ്യാപകനായിട്ടും അധ്യാപകനാണെന്ന് മനസ്സിലാക്കാതെ പാർട്ടിയുടെ തീട്ടൂരം നടപ്പിലാക്കാൻ ഇറങ്ങുന്ന കുറെ അധ്യാപകരും ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് ഈ കോളേജ് ഇലക്ഷൻ വരുമ്പം ഈയിടെ നടന്ന ഒരു കാര്യമാണ്. കണ്ണിന് മേലായികയുള്ള ഒരു ഡിഫറently ഏബിൾഡ് ആയിട്ട് ഒരു കുട്ടി ഇലക്ഷൻ നിൽക്കുന്നു KSUവില്. അവരെ ആദ്യം ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു. ഉടനെ SFI റീകൗണ്ടിങ് ആവശ്യപ്പെടുന്നു. അധ്യാപകർ കള്ളത്തരം കാണിച്ച് ഈ കണ്ണ് മേലാത്ത കുട്ടിയെ തോപ്പിച്ചിട്ട് ഒരു SFI ജയിപ്പിച്ചിട്ട് അത് പിന്നെ കേസായി. ഈ കേസ് ഇവിടെ കേരള കോൺഗ്രസ്സുകാർ കേസ് നടത്തും എന്നൊക്കെ പറഞ്ഞു കേസ് തോറ്റുപോയി. കേസിൽ സംഭവിച്ച ദുരന്തം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ കേസ് ഫ്രെയിം ചെയ്ത് കോടതിയിൽ അവതരിപ്പിച്ചത് തെറ്റിപ്പോയി. നമ്മുടെ കുഴൽനാടനോ ആരോ എങ്ങാണ്ടാണ് കേസിന് പോയത്. വിദ്യാഭ്യാസത്തെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ടായിരുന്നു ആ കേസിന് പോകേണ്ടിയിരുന്നത്. ഈ കുട്ടിയെ ജയിപ്പിച്ചെടുത്ത് വെച്ച് ഈ കുട്ടിയെ ഒരു മൊമെന്റിൽ എണ്ണി ജയിപ്പിച്ചു. അതിനുശേഷം റീകൗണ്ടിങ് അനുവദിച്ചത് തെറ്റാണെന്നും റീകൗണ്ടിങ് ക്യാൻസൽ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു കേസ് കൊടുക്കേണ്ടിയിരുന്നത്. അതിന് പകരം കോൺഗ്രസ്സുകാർ കൊണ്ട് കേസ് കൊടുത്തത് വീണ്ടും റീകൗണ്ടിങ് നടത്തണമെന്നാ. ഓൾറെഡി സാറന്മാരും SFIക്കാരും കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത സ്ഥാനത്ത് റീകൗണ്ടിങ് നടത്തിയാലും SFI ജയിക്കത്തുള്ളൂ. കേസ് കൊടുത്ത കുഞ്ഞിനെ അറിയത്തില്ലായിരുന്നു. ഈ കേസ് കൊടുത്ത വക്കീലിന് ഒരു ടെക്നിക്കൽ എറർ പറ്റി. അദ്ദേഹം കേസ് കൊടുക്കേണ്ടിയിരുന്നത് ഈ കുട്ടി ആദ്യം ജയിച്ചതാണ്. അതിനുശേഷം വ്യാജമായിട്ട് ഒരു റീകൗണ്ടിങ് നടന്നു, ഇല്ലീഗലായിട്ട് റീകൗണ്ടിങ് നടന്നു. ആ റീകൗണ്ടിങ്ങിന്റെ റിസൾട്ട് അനൽ ചെയ്യണം, അത് ക്യാൻസൽ നൾ ആൻഡ് വോയിഡ് ആക്കണം. ഈ ആദ്യത്തെ റിസൾട്ടിനെ അപ്ഹോൾഡ് ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു കേസ് കൊടുക്കേണ്ടിയിരുന്നത്. അതിന് ഇമാര് കൊണ്ട് കേസ് കൊടുത്ത് ഇനി ഒന്നുകൂടെ റീകൗണ്ടിങ് നടത്തണമെന്ന് കേസ് കൊടുത്തു. ഒന്നുകൂടെ റീകൗണ്ടിങ് നടന്നപ്പോൾ വീണ്ടും SFI ജയിച്ചു. അവരാ ജയിച്ചതെന്നും പറഞ്ഞ് പ്രകടനം നടത്തി. അതായത് ഒരു കണ്ണിന് മേലാത്ത കുട്ടിയോട് പോലും നീതി പുലർത്താൻ പറ്റാത്ത പല അധ്യാപകന്മാരും നമ്മുടെ കോളേജുകളിലുണ്ട്. അധ്യാപകനല്ല. അപ്പൊ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം മലിനപ്പെടുത്തിയത് അധ്യാപകനെ അധ്യാപകനാക്കി. ഇതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിന് കൂടെ വരും സാർ. ഇപ്പോ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ആക്രാമകമായ ഈ പോക്ക് സർവനാശത്തിലേക്ക്, വലിയ തോതിൽ നമ്മുടെ ക്യാമ്പസുകളിലെ വലിയ നാശത്തിലേക്ക് നയിക്കും. അത് നമ്മുടെ പുതിയ തലമുറയുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്ന് സാറ് പറഞ്ഞു വരുന്നു. സാർ പക്ഷെ അതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ആദ്യം വരുന്നൊരു ചോദ്യം, ഈ നമ്മുടെ ക്യാമ്പസുകളുടെ പൊളിറ്റിക്കൽ ബാലൻസ് ഇല്ലാതാവുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ, പൊതു രാഷ്ട്രീയത്തിൽ വരുന്ന ഒരു പുതിയ ശക്തിയായി, ശക്തമായ ഒരു മൂന്നാം മുന്നണിയായി തെരഞ്ഞെടുപ്പോടെ താങ്കളുടെ പാർട്ടി വന്നിട്ടുണ്ട്, സാറിന്റെ BJP വന്നിട്ടുണ്ട്. പക്ഷേ ഈ സമീപനം 10-35 കൊല്ലമായി BJPയുടെ ഒപ്പമുള്ള സാറ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് പുലർത്തുന്ന സമീപനം ABVPക്ക് പോലും ഗുണകരമല്ലാത്തൊരു നിലപാടാണ് പാർട്ടി എടുക്കുന്നത് എന്നുകൊണ്ട് അല്ലേ BJPയുടെ ഒരു വളർച്ചക്കനുസരിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ ABVP വരാത്തത്? അതൊരു പാർട്ടി നയമാണോ? അല്ല, ഞാനൊരു കാര്യം പറയാം. ABVP അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ABVPയെ മറ്റ് പോഷക സംഘടന പോലെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ABVP അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്നുള്ളതല്ലാണ്ട് ABVP ശരിക്കും ഒരു പരിധിവരെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ SFIയും KSU ഒക്കെ ഇതിനൊക്കെയുള്ള ഒരു കൗണ്ടർ ആയിട്ടാണ്. SFIയും KSU ഇല്ലെങ്കിൽ ABVP ഇല്ല. അല്ലാതെ ABVP ഒരിക്കലും ഈ ഒരു ലെവലിലോട്ട് ഒത്തിരി പ്രവർത്തകരെ, കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബലിദാനികൾ ഉണ്ടായിരിക്കുന്നത് ABVP എന്നാണ്. ABVP യൂണിറ്റ് തുടങ്ങിയതിന്റെ പേരിൽ കല്ലെറിഞ്ഞ് ആറ്റിൽ കൊന്ന ആൾക്കാരുണ്ട്. മാത്രമല്ല ഈ ABVPക്കാരെ കൊന്ന ഒരു കേസിലും പോലീസ് FIR ഇടുവോ, അന്വേഷണം നടത്തുവോ, ശിക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ABVPക്കാരെ കൊല്ലുന്നതിന് കേരളത്തിലെ പോലീസും ഗവൺമെന്റും മീഡിയയും ജുഡീഷ്യറിയും കൃത്യമായ സഹായം, അവരവരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തിട്ടുമുണ്ട്. അതൊരു കാര്യമാണ്. അവർ ബലിദാനികളായി അവർ ആദരിക്കപ്പെടുന്നു എന്നുള്ളതല്ലാതെ ഒരു അഗ്രസീവായിട്ട് അല്ലെ ഐഡിയോളജിക്കലായിട്ടോ കൃത്യമായിട്ടും ഈ മേൽപ്പറഞ്ഞ സംഘടനകളെ KSUവിനെയോ ഇതിനെയോ ഒന്നും നേരിടാൻ BJPക്ക് പറ്റിയിട്ടില്ല എന്നുള്ള ഒരു സത്യമാണ്. ഇനി ചിലപ്പോൾ മാറ്റം വരാം. പക്ഷെ അത് രാഷ്ട്രീയപരമായ കാര്യം. ഞാനൊരു അക്കാഡമിഷ്യൻ എന്നുള്ള നിലയിൽ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. പേരൻസും പിള്ളേരും രാഷ്ട്രീയമൊക്കെ അവിടെ കിടക്കും, അതിലേക്ക് പോയി ചാടാനോ അത് തിങ്ക് ചെയ്യാനോ ഇല്ല. കാരണം അത്രയും കോമ്പറ്റീഷനാണ്. നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ പഠിച്ച് അതുപോലെ നിങ്ങൾ സ്ഥാപിച്ചാലേ നിങ്ങൾക്ക് ഒരു നല്ല ജോലി കിട്ടത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ കേരളത്തിലൊക്കെ പഠിച്ചിട്ട് ജോലിയൊക്കെ വരുന്ന, ഇവിടെ ബാംഗ്ലൂരൊക്കെ ജോലിക്കൊക്കെ വരുന്നവരെയൊക്കെ പല ഞാൻ ചില ബോർഡുകളിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ ഇരുന്നിട്ടുണ്ട്. ഈ വരുന്ന SFIക്കാരനെ ഇങ്ങനെ ഏങ്കോണിച്ചാണ് നിൽക്കുന്നത് ഒരു സൈഡിലോട്ട്.
അവിടെ ആ SFI ഇപ്പൊ ഞാൻ അവനോട് പറയാ ശ്വാസം വിടറാ, ആദ്യം ശ്വാസം വിട്. വലിയ ബാസിലൊക്കെയാണ് സംസാരിക്കുന്നത് SFIയുടെ. നിങ്ങൾ അങ്ങനെയാണോ ഇങ്ങനെ. ഞാൻ പറയാം ആദ്യം സമാനമായിട്ട് സംസാരിക്കാൻ പഠിക്കും, സമാനമായിട്ട് സംസാരിക്കും. അതെല്ലാം SFI ഒക്കെ കേരളത്തിൽ കളഞ്ഞേരെ. ഇവിടെ ഇതൊന്നും പറ്റത്തില്ല. ഒരു SFIക്കാരനെ ഇവിടെ എന്താണ് നമ്മുടെ ഇതില് ഐഫോണിന്റെ ഒരു ഫാക്ടറിയിൽ കോളാറിൽ ജോലി കൊടുത്ത് അവനും കൂട്ടുകാരും കൂടി ആ ഫാക്ടറി മൊത്തം എറിഞ്ഞു തകർക്കുകയോ കത്തിക്കുകയോ ചെയ്ത ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു 5 വർഷം മുമ്പ്. അവരെ ഓടിച്ചു വിടുന്നു. ഒരു കാര്യം കൂടി സാർ, അതായത് നമ്മള് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുമ്പോ ഒരു കാര്യം കൂടി, സാറ് കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് നിന്ന അനുഭവം, അതിന്റെ വിപുലമായ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അനുഭവങ്ങളാണ് സാറിന്റെ ഒരു സമ്പത്ത്. ഞാനാണെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നിന്നൊരു അധ്യാപകനാണ്. ഇത് രണ്ടും തമ്മിൽ സാറ് ബേസിക് ആയിട്ട് പറഞ്ഞൊരു കാര്യത്തോട് എന്റെ ഒരു സന്ദേഹം, വലിയൊരു ആശങ്ക ഞാൻ പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ കേരളത്തില് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് സംഘടനാ രാഷ്ട്രീയം പൂർണ്ണമായി നിരോധിക്കപ്പെട്ടിട്ട് പതിറ്റാണ്ടുകളായി. സാർ അത് ഓർക്കുന്നുണ്ടാവും. സ്കൂളിൽ പൊളിറ്റിക്സ് പാടില്ല. ശ്രീ E.T. മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്താണ് അത് നിരോധിച്ചത്. പക്ഷേ സാർ ഇത് അതേ നിലപാട് കോളേജ് ക്യാമ്പസുകളിലേക്കും വരണം, വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം എന്നൊരു നിലപാടിനാണ് സാറിന്റെ ഒരു മൊത്തം സ്പിരിറ്റ് ആയിട്ട് എനിക്ക് വായിച്ചെടുക്കാൻ കേൾക്കാൻ തോന്നിയത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ഈ സ്കൂൾ രാഷ്ട്രീയ രംഗത്ത് ഇത് കാണുന്നുണ്ട് സാർ. സജീവമായി സ്കൂൾ രാഷ്ട്രീയം ഉണ്ടായിരുന്ന പിള്ളേരെ ഇലക്ഷൻ കാലത്തൊക്കെ ചെറിയ തല്ലുപിടിയൊക്കെ ഉണ്ടാക്കിയിരുന്ന സംഭവങ്ങൾ ഒഴിച്ചാൽ ഇന്ന് ഒരു പുതിയ പ്രവണത നമ്മുടെ സ്കൂളുകളിലേക്ക് വരുന്നുണ്ട്. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ തോതിൽ മയക്കുമരുന്ന്, അതിന്റെ വലിയ ഏജൻസികൾ നമ്മുടെ സ്കൂളുകൾക്ക് ചുറ്റുമുണ്ട്. അപ്പൊ പിള്ളേർക്ക് ഒരു പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പഴയ പോലെ വിദ്യാർത്ഥികൾക്ക് സംഘടനകളോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കോമ്പറ്റീഷൻ മൂഡും ഈ പരസ്പരം കുട്ടികളെ സ്വാധീനിക്കാനുള്ള മത്സരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല കാര്യങ്ങൾ, സർഗാത്മകമായി തന്നെ കുട്ടികളെ മത്സരിക്കാനും അവര് നന്നായി പെരുമാറാനും നന്നായി പ്രണയിക്കാനും അങ്ങനെ ഒരു മനുഷ്യരോട് കൂട്ടുകൂടാനുള്ള ഒരു മനസ്സിന് പകരം ഇപ്പൊ ഒറ്റപ്പെട്ടു പോകാനും ഈ സ്കൂളിന്റെ ഒക്കെ ഇടവഴികളിൽ ഇരുന്നുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കാനും അതിന്റെയൊക്കെ കാരിയേഴ്സ് ആയിട്ട് മാറാനും ഒക്കെ നമ്മുടെ സ്കൂൾ കുട്ടികൾ മാറിയിട്ടുണ്ട് സാർ. അത് സംബന്ധമായ വലിയ വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ചോദ്യം ഇതാണ് സാർ, നമ്മളിപ്പോ ഇനിയിപ്പോ ക്യാമ്പസുകളിലും പൊളിറ്റിക്സ് നിരോധിക്കണം എന്ന് സാറിനെ പോലുള്ള വിദഗ്ധന്മാര് പറയുമ്പോൾ അത് മറ്റ് ചില പ്രവണതകളെ, അങ്ങേയറ്റം അപകടകരമായ പ്രവണതകളെ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് വരുത്താനാവില്ലേ, ഇടയാക്കുക? ഇല്ല, അതൊരു വളരെ തെറ്റായ നറേഷനും ആർഗ്യുമെന്റുമാണ്. കുട്ടികളെ ഫോക്കസ് ചെയ്യേണ്ടത് പഠിത്തത്തിലും അതിനോടനുബന്ധിച്ചുള്ള അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ ആർട്സോ സ്പോർട്സോ അനേകം കാര്യങ്ങൾ അവർക്ക് ചെയ്യാവുന്ന സർഗാത്മകമായ കാര്യങ്ങളുണ്ട്. ഈ പൊളിറ്റിക്സ് ആണ് സർഗാത്മകത എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റാണ്. പൊളിറ്റിക്സ് നിങ്ങൾക്ക് ഒന്നും സ്കൂളിലോ കോളേജിലോ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ ചിന്താശക്തിയും നിങ്ങളുടെ അക്കാഡമിക് ക്വാളിറ്റിയും ബാധിക്കുകയാണ്. നിങ്ങളെ അത് കറപ്റ്റ് ആക്കുകയാണ്. പിന്നെ ഈ മയക്കുമരുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് പോലീസിന്റെയും രാജ്യത്തിന്റെയും ചുമതലയാണ്. പോലീസ് ചുമതല നിർവഹിക്കാത്തത് കൊണ്ടാണ് മയക്കുമരുന്ന് ഉണ്ടാകുന്നത്. പോലീസും ഗവൺമെന്റും അവിടുന്ന് സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അല്ലാണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം അതിനൊരു പരിഹാരമല്ല, ഒരിക്കലും പരിഹാരമല്ല. നമ്മളുടെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ബാക്കി 27 സ്റ്റേറ്റ് ഉണ്ട്. അവിടെ ഒന്നും ഈ പരിപാടി ഇല്ല. അവിടെ ഒന്നും ഇത് അനുവദനീയോ അല്ല. ഒരു കോളേജുകളിലോ കാര്യങ്ങളിലോ ഒന്നും അനുവദനീയോ അല്ല. അപ്പൊ അവിടെയൊക്കെ ഒന്നുമില്ല, ഒരു പരിപാടി നടക്കില്ല. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ നാഷണൽ ലെവലിൽ വാർത്തയാകുന്നത് ജവഹർലാൽ JNUവിൽ നിന്നും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെയാണല്ലോ സാർ, തലസ്ഥാനത്ത് നിന്നാണല്ലോ. അല്ല, അത് ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളാണ്, കോളേജുകളല്ല. ഗവൺമെന്റിനുള്ള 1-2 യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളാണ്. ഇനി അതും തീരുകയാണ്. അതിപ്പോ CUET കൊടുത്ത് കംപ്ലീറ്റ് മെറിറ്റ് പിള്ളേരെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞു. മറ്റേ ഈ റെക്കമെൻഡേഷനിലും പൊളിറ്റിക്കൽ ഇതിലുമൊക്കെ ഒരു മാർക്ക് തിരുത്തിയും ഒക്കെ വന്നുകൊണ്ടിരുന്ന, കേരളത്തിൽ നിന്ന് 100% വാങ്ങിച്ചു വന്നുകൊണ്ടിരുന്നവരൊന്നും ഇനി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പടം പോലും ഗേറ്റിൽ പോലും ചെല്ലാൻ പറ്റത്തില്ല. CUET എഴുതി ചെല്ലണം. ഈ തോറ്റവന്മാരെല്ലാം കൂടെ തോറ്റവന്മാരെല്ലാം കൂടി ഇപ്പൊ നീറ്റിനെതിരെ സമരം നടത്തുന്നുണ്ട്. എൻട്രൻസ് വേണ്ട എന്നാണ് പലരും പറയുന്നത്. സമാജ്വാദി പാർട്ടിയും DMKയും ഒക്കെ പറയുന്നത് എൻട്രൻസ് വേണ്ട എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ പണിയൊന്നും നടക്കില്ല. ഗവൺമെന്റ് കൃത്യമായിട്ട് മെറിറ്റിലോട്ട് കിടക്കുകയാണ്. കുട്ടികള് മെറിറ്റ് ആകണം. മാത്രമല്ല, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് പേരൻസ് കുട്ടികളെ ഇക്കാര്യത്തിൽ നിയന്ത്രിക്കുന്നില്ല. കുട്ടികൾ രാഷ്ട്രീയം കളിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് കൃത്യമായിട്ട് പേരൻസ് എടുക്കണം. ആ പേരൻസ് എന്താണ്, ഒരാൾ എന്റെ മകൻ യൂണിയൻ ചെയർമാനായി അല്ലെങ്കിൽ KSUവിന്റെ നേതാവായി SFIയുടെ നേതാവായി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലെ, അതൊരു രാഷ്ട്രീയത്തിലെ ഒരു ചവിട്ടുപടിയായിട്ട് കാണുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പേരൻസ് ഭയങ്കരമായിട്ടും പിള്ളേരെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ പേരൻസും
ആ കുട്ടികളുടെ ബന്ധുക്കളും ഭയങ്കരമായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഇപ്പൊ SFIക്കാണ് CITU, കോൺഗ്രസിനാണ് INTUC, അങ്ങനെ തൊഴിലാളി സംഘടനകൾ, യുവജന സംഘടനകൾ, അവരുടെ ഒരു ഫീഡർ നെറ്റ്വർക്ക് ആയിട്ട്, അവരുടെ കണ്ടിന്യൂറ്റി, അവരുടെ ഫീഡർ നെറ്റ്വർക്ക് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു ഇതിലേക്കാണ്, വലിയൊരു ദുരന്തത്തിലേക്കാണ് കേരളത്തെ കൊണ്ട് എത്തിക്കുന്നത്. പിന്നെ ഈ പഠനം, ഗവേഷണം, മനുഷ്യത്വം, സേവനം, സാഹോദര്യം തുടങ്ങിയ മൂല്യങ്ങൾ ഊന്നി നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്, രാഷ്ട്രീയ സംഘടന, കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിതമായ അക്രാമകമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം തെന്നിപ്പോകാതിരിക്കാൻ രക്ഷിതാക്കളും പൊതുസമൂഹവും വലിയ ജാഗ്രത പുലർത്തണം എന്ന നിലപാടാണ് സാറ് ഈ പുതിയ SFI എപ്പിസോഡിന്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ പറഞ്ഞു വെക്കുന്നത്. സാറിന് വല്ലതും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം സാർ. 1 മിനിറ്റ് കൊണ്ട്. കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാല് ഇനി കേരളത്തിൽ ഇത് നിരോധിക്കുക അല്ലാതെ ഒരു വഴിയില്ല. അതായത് ഞാൻ ആദ്യത്തെ പറഞ്ഞ ഉദാഹരണം, നമ്മൾ എത്ര താലോലിച്ച് വളർത്തിയ ഒരു പട്ടിയാണേലും അതിന് പേ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കള്ള് ചെയ്യുക എന്നുള്ളതേ പറ്റത്തുള്ളൂ. അതായത് ഇത് ഇറിവേഴ്സിബിൾ ആണ്. ഇനി ഇവരെ നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് പറ്റില്ല, ഇറിവേഴ്സിബിൾ ആണ്. അപ്പൊ ബെറ്റർ ഇത് നിരോധിക്കുക. വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു കാരണവശാലും ഒരു സ്ഥാപനത്തിലും അനുവദനീയമല്ല. അവിടെ വരുന്നത് പഠിക്കാനാണ്, പഠിക്കുക, അല്ലാത്ത സമയത്ത് വീട്ടിൽ പോവുക, അല്ലെങ്കിൽ സ്പോർട്സോ ആർട്സോ വേറെ മറ്റു കൊള്ളാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. രാഷ്ട്രീയം സംസാരിക്കാൻ പോലും വിദ്യാർത്ഥികളും അധ്യാപകരും തയ്യാറാകാൻ പാടില്ല. പുറത്തുനിന്നുള്ള ഒരു ഇന്റർഫിയറൻസും അവിടെ അനുവദിക്കാൻ പാടില്ല. ഇക്കാര്യത്തില് കൃത്യമായ ഒരു നടപടി എടുക്കേണ്ടത് ഗവൺമെന്റ്, കോടതി, പോലീസ്, പേരൻസ്, ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റീസ് അവരാണ്. അല്ലാണ്ട് വിദ്യാർത്ഥികളോട് ചോദിച്ച് നിങ്ങളുടെ അനുവാദത്തോടെ ഇത് പിൻവലിക്കാനൊന്നും പറ്റത്തില്ല. നട്ടലുള്ള സമീപനം അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇത് ബ്ലാങ്കറ്റ് ബാൻ, ഇത് നിരോധിച്ചിരിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു രീതിയിലുള്ള യൂണിയനിസോ അവിടെ പാടില്ല. അതായത് ഈ ട്രേഡ് യൂണിയനിസം പോലെയാണ് ഇപ്പൊ വിദ്യാർത്ഥി സംഘടനകൾ. അപ്പൊ അതൊരു അവകാശമായിട്ടുള്ള രീതിയിലാണ്. അവർക്ക് അവകാശമുണ്ട്, സംഘടിക്കാൻ അവകാശമുണ്ട്, അവർക്ക് ഓഫീസ് മുറി കൊടുക്കുന്നു, യൂണിവേഴ്സിറ്റിയിൽ ഓഫീസ് മുറി കൊടുക്കുന്നു. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവരോട് ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിലബസ് കൊടുക്കുന്നു, സാറ് വന്ന് പഠിപ്പിക്കുന്നു, പരീക്ഷ എഴുതുന്നു, പാസ്സാവുന്നു, തോക്കുന്നവൻ വീണ്ടും പഠിക്കുന്നു. ഈ രീതിയിലുള്ള ശക്തമായ സമീപനം ഒരു രീതിയിലും ഇവർക്ക് ഈ വിദ്യാർത്ഥികൾ അവിടെ സഹജീവിയെ കാണാനോ സാമൂഹ്യ പ്രവർത്തനത്തിനോ റവല്യൂഷൻ ഉണ്ടാക്കാനോ ഒന്നുമല്ല. ഒറ്റ പർപ്പസേ ഉള്ളൂ സ്ഥാപനത്തിന്, പഠിപ്പീര് മാത്രം. അതിന്റെ 100ാമത്തെ എയിമും പഠിപ്പീര് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ ഈ ചെളിക്കുണ്ടി കൂടെ ഒക്കെ കടന്നു വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതിനെപ്പറ്റി ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. മറ്റു പല സ്റ്റേറ്റുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അതിന്റെ ഗുണം, ഈ രാഷ്ട്രീയം ഇല്ലാത്തതിന്റെ ഗുണം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ സർ, നന്ദി. താങ്ക്സ് എ ലോട്ട് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.